അത് നിത്യ നിന്റെ ഭാര്യയൊന്നുമല്ല. ഇവളുടെ പേര് രശ്മിന, എന്റെ ഭാര്യ. അല്ല അല്ല അല്ല, ഇവള് നിത്യ തന്നെ. രശ്മി, നീ പോയി നിന്റെ ID കാർഡ് എടുത്തോണ്ട് വാ. എന്റെ പൊന്നു സഹോദര, തനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടുന്ന് തിരിച്ചു പോകും. ഞങ്ങൾ മനസമാധാനമായിട്ട് ജീവിച്ചോളാം. തന്റെ തെറ്റിദ്ധാരണ മാറുന്നെങ്കിൽ മാറിക്കോട്ടെ. ഇതാ അവളുടെ ID കാർഡാ, നോക്ക്. ഞാൻ ഇപ്പൊ പോവാ. എന്നെ ഇപ്പൊ കാണിച്ചത് തെറ്റാണെങ്കിലേ ദുഃഖിക്കേണ്ടി വരും, കേട്ടോ? അയാൾ ശരിക്കും ഒരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അയാളുടെ ഭാര്യ മരിച്ചുപോയത് വല്ലതും ആയിരിക്കും. ആർക്കറിയാം? എല്ലാ ഭ്രാന്ത് പിടിച്ചവന്മാരും ഇങ്ങോട്ടാണല്ലോ വന്നു കയറുന്നത്. ബഹളം വെച്ച് ആളെ കൂട്ടാൻ പറ്റും. അപ്പൊ പിന്നെ ഒളിച്ചോടി വന്ന് ഇവിടെ താമസിക്കുന്നേ എല്ലാരും അറിയില്ലേ? അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാഞ്ഞത്. ഇനി ഒരുത്തം വന്നാലും നീ വാതിൽ ഉറക്കണ്ട. ചെല്ലു. അമ്മ വീണ്ടും എന്നെ പറ്റിച്ചു. അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട സമയമായി. പരിഹാരം നീ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. നിത്യയെ കാത്തുരക്ഷിക്കാൻ ഹരിയെ കൊണ്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് അവരെ ഒരുമിപ്പിക്കാൻ നീ തന്നെ മുൻകൈ എടുക്കണം, കേട്ടോ? ശരിയാണ് രഘുവേട്ട. ഈ ലോകം മുഴുവൻ തെരഞ്ഞാലും ഹരിയെ പോലെ നിത്യയ്ക്ക് ചേരുന്ന ഒരാളെ കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ സമാധാനം വന്നു ചേരണമെങ്കിൽ ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടന്നേ പറ്റൂ. എത്രയും വേഗം അത് നടത്തിയേ പറ്റൂ. ഹരിയുടെ നിത്യയുടെ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാ പിന്നെ ഞാൻ മനസ്സിൽ കരുതിയതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഹരിയും നിത്യയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. നിത്യയെ എന്നിൽ നിന്നും അമ്മ ഒളിക്കുന്നത് വേറെ എന്തോ ഉദ്ദേശം മനസ്സിൽ വെച്ച. അമ്മയുടെ ഉദ്ദേശങ്ങൾ നടക്കാൻ പാടില്ല. അതിനു മുമ്പ് എനിക്ക് അവളെ കണ്ടെത്തണം. അതിനു മുമ്പ് ഞാൻ അവളുടെ മുമ്പിൽ എത്തിയിരിക്കും.
സത്യം പറഞ്ഞ ഇങ്ങനൊരു ആഘോഷം മനസ്സിലുണ്ടായിരുന്നേ ഇല്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം അറിയാലോ, ഒരു കാര്യം പറയണത് പാതിരാത്രിയിലായിരിക്കും. അത് നടത്തി കൊടുത്തില്ലെങ്കിലോ അവർക്കത് വിഷമമാവും. അല്ല, ഒന്ന് നോക്കുമ്പോ അത് നന്നായി. നമ്മുടെയൊക്കെ കാലത്ത് ഈ പിറന്നാളെന്ന് പറയുമ്പോ അമ്മയൊന്ന് അമ്പലത്തിൽ കൊണ്ടുപോണ ദിവസാ. ഭാഗ്യമുണ്ടെങ്കിലേ ഒരു പായസം കിട്ടിയെങ്കിലായി. അതെ അതെ, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഓർമ്മയില്ല. ആ ഗീതയ്ക്ക് എന്താ താമസിച്ചേ? പുള്ളിക്കാരനൊരു ഒഫീഷ്യൽ ടൂറിലാ. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോഴേ വല്ലാത്ത തിക്കും തിരക്കുവോ. അപ്പൊ പുള്ളിക്കാരനെ യാത്രയാക്കിയിട്ട് വരാന്ന് വിചാരിച്ചു. ഓ, അതെന്തായാലും നന്നായി. എവിടെ കല്യാണി മോളും? കല്യാണി, മോളെ കല്യാണി, വാ മോളെ. വാ വാ വാ, സുന്ദരി കുട്ടിയായല്ലോ. വാ വാ വാ, ഓടി വാ. കല്യാണി മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്റെ അച്ഛനല്ലേ എന്നെ ഒരുക്കുന്നേ, അപ്പ ഞാൻ സുന്ദരിയാവില്ലേ? ഹരി, മോള് ഹരിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ? മോളുടെ മനസ്സിൽ ഹരിയാണ് ഹീറോ. പിന്നെ എന്റെ അച്ഛനല്ലേ എന്റെ ഹീറോ? വേണ്ട ഹരി, കുടിച്ചത്. അല്ല, കേക്ക് മുറിക്കാറായോ? പിന്നെ കേക്ക് മുറിക്കണമെങ്കിലേ ചീഫ് ഗസ്റ്റ് വരണം. ആരാ മോളെ ചീഫ് ഗസ്റ്റ്? ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാ അത്രയും പ്രധാനപ്പെട്ട ഒരാളാ. പത്മ ടീച്ചർ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. ടീച്ചർ വന്നിട്ടേ കേക്ക് മുറിക്കുള്ളൂ. സത്യം പറഞ്ഞ പിറന്നാള് നടത്താൻ മോള് വാശി പിടിച്ച തന്നെ പത്മ ടീച്ചറെ ക്ഷണിക്കാൻ വേണ്ടിട്ടാ. മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാ ടീച്ചറിനെ. മോക്ക് മാത്രല്ല, അച്ഛനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചീഫ് ഗസ്റ്റ് അവളിന് വരട്ടെ, അവക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. തരട്ടെ? വെള്ളം. മോനോട് ഇരിക്കെ. അമ്മേ, കല്യാണിന്റെ പിറന്നാളിന് പോണ്ടേ? അയ്യോ, അമ്മ ഇത് മറന്നുപോയല്ലോ മോനെ. നമുക്ക് അമ്മൂമ്മയോട് പറയാം. അത് പറ്റില്ല, കല്യാണിന്റെ പിറന്നാളിന് അമ്മ തന്നെ പോണം. അവൾക്ക് വലിയ സന്തോഷാവും അമ്മേ. മോന് സുഖമില്ലാത്ത കാര്യം ഹരിയങ്കളിനും കല്യാണിക്കൊക്കെ അറിയാവുന്നതല്ലേ. മോനില്ലെങ്കിൽ അമ്മയും പോകുന്നില്ല. നമുക്ക് അമ്മൂമ്മയെ തന്നെ പറഞ്ഞു വിടാം. മോനി മരുന്ന് കഴിച്ചേ.
വേഗം ഒന്ന് ചെന്ന് റെഡിയാക്കി. എന്തിന്? കല്യാണി മോളുടെ പിറന്നാളല്ലേ, ആരും ചെന്നില്ലെങ്കിൽ എങ്ങനെയാ? നിത്യാമ്മയുടെ പോവാൻ ഞാൻ പറഞ്ഞതാ, കേൾക്കുന്നില്ലെന്നേ. അങ്ങ് പോയാൽ മതി. കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഇങ്ങ് പോര്. എനിക്കിന്ന് നേരം വെളുത്തപ്പം മുതൽ വല്ലാത്തൊരു തലവേദന മോളെ. അവിടെ ബഹളത്തിന്റെ ഇടയിൽ പോയി നിന്നാ അത് കൂടും. ഞാനിവിടെ മോൻ്റെ അടുത്തിരുന്നോളാം. മോളെന്ന് അങ്ങോട്ട് ചെല്ല്. അയ്യോ, അത് ശരിയാവില്ലമ്മേ. അതെന്താ ശരിയാവാത്തത്? അവിടെ വെറുതെ ഒരാളായിട്ട് ചെന്ന് നിന്നാ പോരല്ലോ. എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റണ്ടേ? എന്നെക്കൊണ്ടത് പറ്റാത്തതുകൊണ്ടാ നിന്നോട് പോകാൻ പറഞ്ഞത്. ഈ അമ്മയുടെ ഒരു കാര്യം. ചെല്ലമ്മ, എന്നിട്ട് കല്യാണിയോട് പറയണം അവളുടെ അടുത്ത പിറന്നാളിന് നമുക്കെല്ലാരും കൂടി അടിച്ചു പൊളിക്കണം. അമ്മ ചെല്ലുമ്പോ അവൾക്ക് സന്തോഷാവും. മോള് പെട്ടെന്ന് റെഡിയാവും. പോ. ശരി. അമ്മയും ഹരിയും കല്യാണം കഴിക്കാൻ പോലെ. ഇപ്പൊ കല്യാണിന്റെ ബർത്ത്ഡേക്ക് രണ്ടാളും ഒരുമിച്ച് നിക്കട്ടെ, അല്ലേ അമ്മ? ഓ ആയിക്കോട്ടെ. ഫാൻസി ഡ്രസ്സിന് ആദ്യക്കായിരുന്നു ഫസ്റ്റ് കിട്ടേണ്ടത്. ഞാനൊരു സൂത്രം ഒപ്പിച്ചോണ്ടാ ആദ്യക്ക് സെക്കൻഡ് ആയത്. ഞാൻ അവനോട് സോറി പറഞ്ഞു, ടീച്ചറോടും പറഞ്ഞു. എന്നിട്ട് ആദ്യക്കും ടീച്ചർക്കും കല്യാണോട് വഴക്കില്ലേ? ഇല്ല ഇല്ല. ഇപ്പൊ എനിക്ക് പത്മ ടീച്ചർ എന്ന് പറഞ്ഞ ജീവനാ. എന്നെ ടീച്ചറിന് എന്ത് ഇഷ്ടാന്നറിയോ? കല്യാണി, ആ ടീച്ചറേ. many many happy returns of the day. താങ്ക് യു ടീച്ചർ. എന്തു പറ്റി മോളെ? ഒന്നുമില്ല. അമ്മ ഉമ്മ വച്ചപ്പോ, അല്ല ടീച്ചർ ഉമ്മ വച്ചപ്പോ സന്തോഷം കൊണ്ട് ആദി വരില്ലേ? അവൻ സുഖമില്ലാതെ കിടക്കല്ലേ, പിന്നെ എങ്ങനെയാ അവൻ വരുന്നേ? കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് ആദ്യക്കൂട്ടിന്റെ അടുത്തേക്ക് പോവാം. ഓക്കെ? അച്ഛനെവിടെ മോളെ? അച്ഛൻ അടുക്കളയിലുണ്ട്. അച്ഛനെ മാത്രമേ കണ്ണി പിടിക്കൂ. വേറെ ചിലർ ഇവിടെ നിപ്പുണ്ട്. എനിക്ക് അവരെയാണല്ലോ കൂടുതൽ പരിചയം, അതുകൊണ്ട്. മാത്രമല്ല കാലിന് സുഖമായി വീണ തിരിച്ചു പോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതി. ഓ, എന്നെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ തിടുക്കുവാണല്ലേ? അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ പറഞ്ഞുവിടാന്ന് നീ കരുതണ്ട. മോളുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക്. കല്യാണി മോളെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. വളർത്തുന്നവന്റെ അഹങ്കാരം മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ട്. വൈകാതെ ഞാനത് തീർത്തു തരാം. അരികെ ആരോ മൂളിയോ, നീ എനിക്കുള്ളതാണെന്നറിഞ്ഞവോ, കനവേ കാറ്റായി എന്റെ കൂടേറിയോ,
എന്റെ ചാരെ വന്നതാരേ ഇഴനെയും ഈ ജീവയാനം ഇനിയെന്നും നീ എന്റെ ലോകം നിലച്ചിരുന്നു ഈരന്നിലാവിൻ താരങ്ങളായി തിരിനീട്ടും മാംഗല്യദീപം ഇനിമൂടും രാവിന്റെ നാളം നീ തൊടും നേരമെൻ മായാമാനസം പൂവിടും ഇവിടെ നിന്റെ ഭരണമാണോ? ഈ വലിയ ലോകത്ത് പെണ്ണുങ്ങൾക്ക് ഭരിക്കാൻ കിട്ടുന്ന ചെറിയ സ്ഥലം അടുക്കളയല്ലേ? നിന്റെ അടുക്കളക്കാരിയല്ല പറഞ്ഞത്, ഇവിടുത്തെ അടുക്കളക്കാരിയാ പറഞ്ഞത്. കല്യാണി എന്റെ മോളെ പോലെ ഞാൻ കാണുന്നത്. അപ്പോ അവളുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കും എടുക്കാലോ. ഈ ഉത്തരവാദിത്ത എടുപ്പിന്റെ ഉദ്ദേശമൊക്കെ എന്താണെന്ന് എനിക്കറിയാം. അല്പം സ്നേഹവും ഉത്തരവാദിത്വം പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷെ ലാഭം ചെറുതൊന്നുമല്ല. എന്റെ അച്ഛനും ഹരിയും സമ്പന്നരാ. ഒളിച്ചോടി വന്ന് താമസിക്കുന്ന നിനക്കും കുടുംബത്തിനും പണത്തിന്റെ ആവശ്യം ഉണ്ടാവുമല്ലേ? വീണ, ഞാൻ നേരത്തെ പറഞ്ഞതാ, സന്തോഷമുള്ളൊരു ചടങ്ങ് നടക്കുന്ന ദിവസം അല്പം കൂടി മര്യാദയ്ക്കൊക്കെ സംസാരിക്കണം. നിന്നോടൊക്കെ എന്ത് മര്യാദയാടി കാണിക്കേണ്ടത്? അല്ല, നിനക്കെന്താ കല്യാണാലോചന വന്നത് കേട്ടല്ലോ. എങ്ങനെയത് മുടങ്ങിയത്? ഓ, മനസ്സിലൊരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാ അല്ലേ? വീണ, സ്കൂളിലെ പ്രസംഗപീഠത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് താഴെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വീണ എന്തൊക്കെ വിളിച്ചു പറഞ്ഞത്? അത് മുഴുവൻ തനിക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിലേതെങ്കിലും ഒരു വാചകം സ്വന്തം ജീവിതത്തിൽ പാലിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ സെലിബ്രിറ്റി എന്ന വാക്കിന് കുറച്ചുകൂടി അന്തസ്സുണ്ടായിന്. എനിക്ക് അല്പം അന്തസ് കുറവാ. അന്തസ്സുള്ളത് നിനക്കൊക്കെ അല്ലേ? നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ വീണ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. ഓർത്തോ. അമ്മ, ഞാൻ കൂടെ കല്യാണിയുടെ പിറന്നാളിന് പോയിട്ട് വരാം. ഞാനും നിത്യേച്ചും കൂടെ ഒന്നിച്ചിങ്ങോട്ട് വരാം. അമ്മേ, എന്താ എന്തെന്നിപ്പോ അമ്മ ഇത്? ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. നീ എന്താ പറഞ്ഞേ? അമ്മയ്ക്കിത് എന്താ പറ്റിയേ? അമ്മേ, പറയമ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്.
നിത്യ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജീവൻ അറിയേ. അവൻ നിത്യയെ തേടി നടക്കുകയാണ്. അവൻ നിത്യയുടെ ഫോട്ടോ വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ വേറെ ഒരു മാർഗമില്ലാതെ ഞാൻ വേറൊരു ഫോട്ടോ അവൻ അയച്ചു കൊടുത്തു. ആരുടെ? പരിചയമുള്ള ഒരു സ്ത്രീയുടെ മോളുടെ. അവര് വളരെ ദൂരെയാണ്. അവൻ കണ്ടെത്താൻ സാധ്യതയൊന്നുമില്ല. എങ്ങനെയെങ്കിലും നിത്യ അന്വേഷിക്കുന്നതിൽ നിന്നും അവനെ ഒഴിവാക്കിയേ പറ്റൂ. അപ്പോൾ ഞാൻ വേറെ ഒരു മാർഗവും കണ്ടില്ല. പക്ഷെ അമ്മേ, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഏട്ടൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലോ മറ്റോ പോസ്റ്റ് ചെയ്ത അവരത് കാണില്ലേ? അന്വേഷിക്കുകയും ചെയ്യില്ലേ? ശ്ശോ. ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം രക്ഷപ്പെടാനൊരു വഴി. ഞാൻ അത്രയേ ചിന്തിച്ചുള്ളൂ.